നിനക്ക് സ്വർഗം കിട്ടാറ് നീ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, പെങ്ങളെ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് നീ കരുതുന്നെങ്കിൽ അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് വിചാരിക്കുന്നത് പണമുണ്ടെങ്കിലേ ഈ ഭൂമിയിലെ ജീവിക്കാൻ കഴിയൂ. പെണ്ണുങ്ങൾക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയാണ്. എങ്കിൽ എന്റെ പ്രിയമുള്ള പെങ്ങളെ, പണത്തിനോടുള്ള ആർത്തി കളയണേ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സദസ്സിലെ റമദാനിന്റെ പകല് ഒരുമിച്ച് കൂടിയ പെങ്ങളോട്, നിനക്ക് സ്വർഗം വേണോ പെങ്ങള്? അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് വേണോ? മുത്തുനബി ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യയെ കാണിച്ചിട്ട് പറയുകയാണ്, വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട വിറക് വെട്ടുകാരന്റെ ഭാര്യ ആ പെണ്ണിനെ കാണിച്ചിട്ട് പറഞ്ഞു, അതാ ഒരു സ്വർഗത്തിന്റെ അവകാശിയായ പെണ്ണാണ് കടന്നു പോകുന്നത്. മുത്തുനബിയാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ അതാ സ്വഹാബത്തിന്, അതാ സ്വഹാബികളുടെ ഭാര്യമാരുണ്ടല്ലോ, ആ പെണ്ണിന്റെ ചാരത്തേക്ക് ഓടുകയാണ്. ഓടി ചെന്നിട്ട് ചോദിക്കുന്നു, മുത്തുനബി പറഞ്ഞു, നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്. ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നീയും ചെയ്യാറുണ്ട്, പക്ഷേ പ്രത്യേകമായിട്ട് നീ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നിനക്ക് സ്വർഗം കിട്ടാറ് നീ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മഴുവെടുത്തുകൊണ്ട് വിറക് വെട്ടാൻ ഇറങ്ങുമ്പോ, രാവിലെ വിറക് വെട്ടുകാരന് വിറക് വെട്ടുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ജോലിക്ക് ഇറങ്ങി പോകുമ്പോ ഈ ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിക്കുകയാണ്. ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ഇക്കാ, വൈകുന്നേര സമയത്ത് ജോലി കഴിഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് വരുമ്പോ ഹറാമായ പണം കൊണ്ടുവരല്ലേ, പലിശ പൈസ കൊണ്ടുവരല്ലേ, പിടിച്ചു പറിച്ചത് കൊണ്ടുവരല്ലേ, ലോട്ടറിയുടെ പണം കൊണ്ടുവരല്ലേ, ഹറാമായ പൈസ കൊടുത്തു വാങ്ങിയ ഒരു ഭക്ഷണവും ഈ വീടിന്റെ അകത്തേക്ക് കൊണ്ടുവരല്ലേ. പട്ടിണി കിടക്കാൻ ഞാനും മക്കളും തയ്യാറാ എന്ന് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ഭർത്താവിനോട് പറയുന്ന പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പണം വേണ്ട, ആ പണത്തിനോട് മോഹം വേണ്ട, ആ പണത്തിനോട് ആർത്തി വേണ്ട. നീ എത്ര ആർത്തി വെച്ചാലും അല്ലാഹു നിനക്ക് തരൂല. നിന്റെ ദുനിയാവ് ആഖിറവും നഷ്ടപ്പെടുന്നതല്ലാതെ നേട്ടമില്ല. കാരണം നീ നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നും മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ നിനക്ക് കിട്ടേണ്ടത് മുഴുവനും അല്ലാഹു പണ്ടേ എഴുതി വെച്ചിരിക്കുകയാ. നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴ് നീ തിന്നേണ്ട ഭക്ഷണമുണ്ടല്ലോ, നിനക്ക് കിട്ടേണ്ട പണമുണ്ടല്ലോ, നിനക്ക് ജനിക്കുന്ന മക്കളുണ്ടല്ലോ, ഇതെല്ലാം നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അല്ല എഴുതി വെച്ചിരിക്കുകയാ. അതിലും മാറ്റം വരുത്താൻ നിന്നെ കൊണ്ട് കഴിയൂല. അത് നീ തലകുത്തി കിടന്നാൽ അതിലൊരു മാറ്റമില്ല. അല്ലാഹു തീരുമാനിച്ചതാണ്. ഇനി എന്തെങ്കിലും മാറ്റണമെങ്കിലും അതും അല്ല തന്നെ തീരുമാനിച്ചതാ. അതുകൊണ്ട് പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, വറബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുമോ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഇന്ത്യയിലെ സമ്പന്നനല്ല, കേരളത്തിലെ സമ്പന്നനല്ല, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ പണക്കാരൻ ആരെന്നറിയുമോ? അത് പണമുള്ളവനല്ല, കൊട്ടാരമുള്ളവനല്ല, സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഉള്ളവനല്ല, കോടാനുകോടി വസ്തുക്കളുള്ളവനല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വറബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. കേറിക്കിടക്കാൻ ഒരു ചെറിയ വീട്,
കിടക്കാൻ ഒരു ചെറിയ വീട്, അല്ലാഹുവേ പട്ടിണിയില്ലാതെ കഴിക്കാനുള്ള ഭക്ഷണം, അന്നത്തെ കാര്യം നല്ലതുപോലെ നടക്കുന്നുണ്ടോ? കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൂ. ഒരിക്കലും നീ മുകളിലേക്ക് നോക്കരുത്. ചില കാര്യങ്ങളിൽ മുകളിലേക്ക് നോക്കരുത്. പണത്തിന്റെ കാര്യത്തിൽ നീ ഒരിക്കലും മുകളിലേക്ക് നോക്കല്ലേ. സഹോദരാ, നീ എന്തിനാ മോളെ രണ്ട് നിലയിൽ നോക്കുന്നത്? രണ്ട് നിലയുള്ള വീട്ടിലേക്ക് നീ നോക്കരുത്. വാടക വീട്ടിൽ കിടക്കുന്നവനെ ചിന്തിക്കണം. എന്നിട്ട് നീ പറയണം, അൽഹംദുലില്ലാഹ്, എന്നാരും അടിച്ചിറക്കി വിടില്ലല്ലോ. മഴ പെയ്താൽ നനയാതെ കിടക്കാൻ സ്വന്തമായിട്ട് ഓലസെറ്റാണെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടല്ലോ തന്ന അല്ലാഹ്, അൽഹംദുലില്ലാഹ്. വാടക വീട്ടിൽ കിടക്കുന്നവന് പലർക്കും അതൊരു കുറവ് പോലെയാണ്. വാപ്പാ, ഈ കണ്ണൂരിന്റെ ബസ് സ്റ്റാൻഡിന്റെ ടൗണിൽ പല കടത്തിണ്ണകളിൽ എത്രയോ പാവങ്ങൾ കിടക്കുന്നു. വാടക വീട് പോലുമില്ല. പക്ഷേ നിനക്കൊരു വാടക വീടെങ്കിലും അല്ലാഹു നൽകിയല്ലോ. അതുകൊണ്ട് പറഞ്ഞോ അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കൂ.